നമസ്കാരം. എന്തൊക്കെയായിരുന്നു അന്തം കമ്മികളുടെയും കോങ്ങികളുടെയും നിലവിളി? കേരളത്തിൽ താമര വിരിയില്ല എന്ന്, താമര വിരിഞ്ഞാലും പിഴുത് വലിച്ചെറിയുമെന്ന്. ആ പ്രതീക്ഷയ്ക്കൊക്കെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നത് ചരിത്രം. ഇത്രയും കാലമുള്ള കേരളത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൈയടക്കിയതും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP എംപിമാർ വിജയിച്ച് നിയമസഭയുടെ അകത്തളങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും കേരള ചരിത്രത്തിലെ സ്വർണ്ണ ലിപികളിലെ പുതിയ ഏട്. രാഷ്ട്രീയത്തിന്റെ നദികൾ ചിലപ്പോൾ പതുക്കെ വഴിമാറും, ചിലപ്പോൾ ഒരു പ്രളയം എന്ന പോലെ കരകൾ തന്നെ മാറ്റിയെഴുതും. വർഷങ്ങളോളം മാറ്റമില്ലാത്തതുപോലെ തോന്നിയ കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ രേഖപ്പെടുത്തിയ ചില സംഭവങ്ങൾ അത്തരത്തിലൊരു മാറ്റത്തിന്റെ സൂചനകളാണ്. ഒരു കാലത്ത് കേരളത്തിൽ മൂന്നാം മുന്നണിക്ക് ഇടമില്ല എന്നതായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളിലെ മാറ്റങ്ങളും നിയമസഭയിലെ കക്ഷിനിലയിലെ വ്യത്യാസങ്ങളും ചേർന്നപ്പോൾ ആ വിലയിരുത്തലുകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. രാഷ്ട്രീയത്തിന് ചില നിമിഷങ്ങളുണ്ട്. അവ കലണ്ടറിലെ തീയതികളായി മാത്രം രേഖപ്പെടില്ല, ചരിത്രത്തിന്റെ അരികിൽ ഒരു അടയാളമായി മാറും. നിയമസഭാ മന്ദിരത്തിൽ തുറക്കുന്ന ഓരോ വാതിലും വെറും ഒരു മുറിയിലേക്കല്ല, ഒരു പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ്. ആ ചർച്ചയ്ക്ക് പ്രതീകാത്മകമായ ഒരു അധ്യായമാണ് ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. കേരള നിയമസഭയ്ക്കുള്ളിൽ BJPയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇത് വെറും ഒരു ഓഫീസ് ഉദ്ഘാടനം മാത്രമാണോ, അതോ മാറുന്ന കേരള രാഷ്ട്രീയത്തിന്റെ മറ്റൊരു നിർണായക സൂചനയോ? ആ ചോദ്യങ്ങളിലേക്കാണ് ഇന്നത്തെ റിപ്പോർട്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി രണ്ട് മുന്നണികളുടെ മത്സരത്തെ ചുറ്റിപ്പറ്റിയാണ് സഞ്ചരിച്ചത്. ഇടതും വലതും മാറി മാറി അധികാരത്തിലെത്തി. എന്നാൽ കാലം കടന്നപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ, നഗര രാഷ്ട്രീയത്തിലെ വ്യതിയാനങ്ങൾ, നിയമസഭയിലെ അംഗബലം, ഇവയെല്ലാം ചേർന്നൊരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. നിയമസഭാ സമുച്ചയത്തിലെ 3-ാം നിലയിലെ 303-ാം നമ്പർ മുറി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ഓഫീസ്. എന്നാൽ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഈ മുറിക്ക് ഇന്ന് ലഭിച്ച ശ്രദ്ധ അസാധാരണമാണ്. കാരണം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് പാർലമെന്ററി പാർട്ടി ഓഫീസ് ലഭിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 അംഗങ്ങളെ വിജയിപ്പിച്ച ശേഷമാണ് ഈ അവകാശം പാർട്ടിക്ക് ലഭിച്ചത്. നിയമസഭയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും പാർട്ടി യോഗങ്ങൾ നടത്താനും MLA-മാർക്ക് സൗകര്യമൊരുക്കാനുമാണ് ഓഫീസ് ഉപയോഗിക്കുക. ജനാധിപത്യ സംവിധാനത്തിൽ നിയമസഭയ്ക്കുള്ളിൽ പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് അസാധാരണമല്ല. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവത്തിന് പ്രതീകാത്മകമായ പ്രാധാന്യം ലഭിക്കുന്നുവെന്നതാണ് പ്രത്യേകത. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം 2 മുന്നണികളുടെ മത്സരമായിരുന്നു. ആ സാഹചര്യത്തിൽ മൂന്നാമത്തെ രാഷ്ട്രീയ ശക്തിക്ക് നിയമസഭയ്ക്കുള്ളിൽ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പിക്കാനാകുമോ എന്ന ചോദ്യം പല തിരഞ്ഞെടുപ്പുകളിലും ഉയർന്നിരുന്നു. 2026 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആ ചർച്ചയെ വീണ്ടും സജീവമാക്കി. ഇതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ചർച്ചയായി. നഗരം രാഷ്ട്രീയത്തിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ, വിവിധ മേഖലകളിലെ വോട്ടിംഗ് പ്രവണതകൾ, പുതിയ വോട്ടർമാരുടെ നിലപാടുകൾ, ഇവയെല്ലാം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങളുടെ സൂചനകളായി ചില നിരീക്ഷകർ പറഞ്ഞു വരുന്നു. നിയമസഭ ഒരു പാർട്ടിയുടേതല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാ പ്രതിനിധികളുടെയും വേദിയാണ്. അതിനാൽ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം നേടിയ പാർട്ടികൾക്ക് അവരവരുടെ പ്രവർത്തനങ്ങൾക്കായി നിയമസഭയ്ക്കുള്ളിൽ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ മത്സരം കൂടുതൽ ബഹുമുഖമാകുന്ന കാലത്താണ് ഈ വികസനം നടക്കുന്നത്. LDF, UDF, BJP 3 രാഷ്ട്രീയ ശക്തികളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട് സംഘടനാ തലത്തിലും ജനകീയ തലത്തിലും കൂടുതൽ സജീവമാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. കേരളത്തിൽ BJPയുടെ നിയമസഭാ സാന്നിധ്യം ഏറെക്കാലം പരിമിതമായിരുന്നു. 2016 ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന പാർട്ടി 2021 സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും 2026 വീണ്ടും തിരിച്ചുവരവിന് വഴി കണ്ടെത്തി. 3 അംഗങ്ങളുടെ സാന്നിധ്യം സംഖ്യയിൽ വലുതല്ല എങ്കിലും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ കാര്യത്തിൽ അത് ശ്രദ്ധേയമായ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവത്തെ ഒറ്റപ്പെട്ട ഒരു വികസനമായി മാത്രം കാണാനാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രാദേശിക സ്ഥാപനങ്ങളിൽ BJP സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ, നഗരപ്രദേശങ്ങളിലെ വോട്ടിംഗ് രീതികളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, ചില മേഖലകളിൽ പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിച്ചത് തുടങ്ങിയ ഘടകങ്ങൾ ചേർന്നാണ് നിയമസഭയിലെ ഈ മുന്നേറ്റത്തിന് പശ്ചാത്തലമായത് എന്നതാണ് വിലയിരുത്തൽ. അതേസമയം ഈ മാറ്റം കേരളത്തിലെ പരമ്പരാഗത 2 മുന്നണികൾക്കും ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന വിലയിരുത്തലുമുണ്ട്. വർഷങ്ങളായി LDFും UDFും മാറി മാറി ഭരിച്ച സംസ്ഥാനത്ത് മൂന്നാമത്തെ രാഷ്ട്രീയ ശക്തി കൂടുതൽ സജീവമാകുന്ന സാഹചര്യം ഭാവി തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ മത്സരങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഓരോ പാർട്ടിയും സംഘടനാ തലത്തിലും നിയമസഭാ തലത്തിലും തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പ്രതിവാദങ്ങൾക്കപ്പുറം ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പ്രാതിനിധ്യം നിയമസഭാ സംവിധാനത്തിനുള്ളിൽ എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നതും ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന അളവുകോലാണ്.
നിയമസഭയുടെ ഇടനാഴികളിലൂടെ നടക്കുന്നത് നിയമനിർമ്മാണം മാത്രമല്ല, ചരിത്രവുമാണ്. ചിലപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ഫലം ചരിത്രം എഴുതും, ചിലപ്പോൾ ഒരു പുതിയ ഓഫീസ് ആ ചരിത്രത്തിന്റെ പ്രതീകമാകും. കേരള നിയമസഭയ്ക്കുള്ളിൽ BJPയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതും അത്തരമൊരു രാഷ്ട്രീയ നാഴികക്കല്ലായാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സംഭവം ഭാവിയിലെ കേരള രാഷ്ട്രീയത്തിന് എന്ത് ദിശ നൽകുമെന്നത് ജനവിധിയാണ് തീരുമാനിക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയത്തിലെ മത്സരത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സമവാക്യങ്ങളും പുതിയ വെല്ലുവിളികളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ നിയമസഭയുടെ ഓരോ ഇടനാഴിയും ഇനി കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടും. കാരണം ചരിത്രം പലപ്പോഴും വലിയ പ്രഖ്യാപനങ്ങളിലല്ല, ശാന്തമായി തുറക്കുന്ന ഒരു വാതിലിലൂടെയാണ് പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. 5 വർഷത്തിനപ്പുറം കേരളം ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കേരള നിയമസഭയ്ക്കുള്ളിൽ നിരന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ തന്നെയായിരിക്കും. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചു തുടങ്ങി, വിശ്വസിച്ചു തുടങ്ങി, മനസ്സിലാക്കി തുടങ്ങി. അവർ കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ തെറ്റുകളെ തിരുത്തി തുടങ്ങി. ഇനി കാത്തിരിപ്പാണ്. പട്ടാഭിഷേകത്തിനായി കേരള മുഖ്യമന്ത്രി കസേരയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായ നേതാവിന്റെ പട്ടാഭിഷേകത്തിനായി.